ഹലോ, ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞെങ്കിലും ഞാനിത് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ നല്ല പൂ പോലെ സോഫ്റ്റായി എന്നാൽ ഒട്ടും റിച്ച്നെസ് കുറയാതെ പ്ലം കേക്ക് വീട്ടിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും എന്നതിന് ഞാൻ ഉറപ്പ്. പക്ഷേ അളവും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. രുചിക്കും ഒട്ടും കുറവില്ല കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അതിനുവേണ്ടി ഒരു ജാറിലേക്ക് 10-12 ഡേറ്റ്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിൽ 1/2 കപ്പ് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാം. ആദ്യം തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ, കട്ട പിടിക്കും. ഷുഗർ ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറി തുടങ്ങിയാൽ ഇനി 1/4 കപ്പ് വെള്ളം ചേർത്ത് ഇനി നേരത്തെ ക്രഷ് ചെയ്തെടുത്ത ഡേറ്റ്സും ചേർത്ത് കൊടുത്ത് ഇളക്കാം. സോ കണ്ടില്ലേ, ഇപ്പോൾ വെള്ളം ഒഴിച്ചപ്പം ഇത് കുറച്ചുകൂടി വെള്ളമായി വരും. പക്ഷെ നമ്മളിത് കുറുക്കി എടുക്കേണ്ടി വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒട്ടും കട്ട പിടിക്കാതെ ഇളക്കുക. ശേഷം മാത്രമേ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. ഇച്ചിരി ക്ഷമയുള്ള പരിപാടിയാണ്. ഇനി നമുക്കിതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി, ഇത് ഓപ്ഷണൽ കേട്ടോ, വേണമെങ്കിൽ ചേർക്കാം. ഉണക്കമുന്തിരി, ചെരി, ഓറഞ്ചിന്റെ എസൻസിന് വേണ്ടി ഓറഞ്ചിന്റെ തൊലി ഉണക്കിയെടുത്തത് ഒരു നുള്ളു ചേർക്കുന്നുണ്ട്. ഒന്ന് കുഴഞ്ഞു വരുന്നത് വരെ കൈവിടാതെ ഇളക്കിയെടുക്കാം. ഓക്കെ, നിങ്ങൾക്കിവിടെ ഇഷ്ടമുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാഷ്യൂസ്, അണ്ടിപ്പരിപ്പും ബദാമും ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിൽ ഇടാവുന്നതാണ്. ഞാനിവിടെ എനിക്കിഷ്ടമുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഞാൻ ചേർത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. സോ ഈ രീതിയിലായിരിക്കണം നിങ്ങളുടെ ഷുഗർ കാരമൽ ഡ്രൈ ഫ്രൂട്ട്സ് സോസ്. ഓക്കെ, സോ ഈ രീതിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് 2 തവണ അരിച്ചെടുക്കാം. മെഷർമെന്റ് കപ്പ് വളരെ ചെറുതായത് കൊണ്ട് മാത്രം ഞാനിവിടെ 1.5 കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു വലിയ കപ്പാണെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് മാത്രം മതിയാകും. ഈ മെഷർമെന്റ് 1.5 kg കേക്കിനുള്ളതാണ്. ഇപ്പോൾ നന്നായി മൈദ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 3 ഗ്രാമ്പു, 3 മുട്ട, 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് ആദ്യം നമുക്ക് പഞ്ചസാരയും ഗ്രാമ്പുവും അടിച്ചെടുക്കാം. ശേഷം 3 മുട്ടയും ഉപ്പും കുറച്ച് വാനില എസൻസും ചേർത്ത് അടിച്ചെടുക്കാം. ഇങ്ങനെ ബാച്ചായി മാത്രമേ അടിക്കാവൂ. ഇപ്പോൾ മനസ്സിലായില്ലേ, നമുക്ക് ബീറ്ററിന്റെ ആവശ്യമില്ല, മിക്സി മതിന്നേ. ദേ ആദ്യത്തെ ബാച്ച് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റ് ഗ്യാപ്പ് കൊടുത്ത് അടിച്ചെടുത്ത് ശേഷം 1 കപ്പ് റിഫൈൻഡ് ഓയിലും ചേർത്ത് വീണ്ടും അരിച്ചെടുത്ത മൈദ 1 കപ്പ് പാലും ചേർത്ത് ബാച്ചായി എന്ന് വെച്ചാൽ കുറേശ്ശെയായി അടിച്ചെടുക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓവനും ബീറ്ററും ഒന്നുമില്ലെങ്കിലും നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർക്കുന്ന രീതി, അളവും കാര്യങ്ങളും കൃത്യമായി ചേർത്താൽ പെർഫെക്റ്റ് കേക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ ബാച്ചായി അരച്ചെടുക്കുന്നുണ്ട്. ഒന്നിച്ചിട്ട് കളയിലെ മിക്സി ചിലപ്പോൾ നിന്ന് പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൊക്ക പൗഡറും ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കാവുന്നതാണ്. ഇതേപോലെ ആയിരിക്കും കേക്ക് ബാറ്റർ. ഇനി ഒരു ബൗളിലേക്ക് മാറ്റി നേരത്തെ കുറുക്കിയെടുത്ത പ്ലം കാരമലും ചേർത്ത് നന്നായി ഇളക്കി ഫോൾഡ് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കണം, ഈ കാരമലിന്റെ ചൂട് കംപ്ലീറ്റ് ആയി ആറിയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ കൂട്ട് ഇതിലേക്ക് ചേർക്കാവൂ. ഇനി ഒരു സ്പൂണ് കൊണ്ട് കട്ട പിടിക്കാതെ നന്നായി ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ കംപ്ലീറ്റ് കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം കേട്ടോ. ഞാനിവിടെ കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി 2 ബട്ടർ പേപ്പറിൽ കുറച്ച് ബട്ടർ ചേർത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ബാറ്റർ മാറ്റി ഒരു ബബിൾസും ഇല്ലാത്ത രീതിയിൽ കുക്കറിനെ 2-3 ടാപ്പ് ചെയ്തെടുക്കാം. സോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതിലൊരു ബബിൾസും വരില്ല. ഇല്ലെങ്കിൽ കേക്കിനിടയിൽ ആ ബബിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതിനുവേണ്ടിയാണ് കുക്കറിനെ ഇങ്ങനെ 2-3 വട്ടം ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആദ്യം തന്നെ ഇടല്ലേ, ഒരു പാതി വെന്ത് വിടുമ്പോൾ ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ അത് അകത്തേക്ക് താഴ്ന്നു പോകുന്നതായിരിക്കും. കണ്ടില്ലേ, ഇത്രയും പണിയുള്ളൂ. പക്ഷെ കുക്കറിൽ കുറച്ച് സമയം വേണ്ടി വരും. ബിക്കോസ് നമ്മളിത് കുക്കറിലാണല്ലോ ബേക്ക് ചെയ്യുന്നത്. ഓവനിലാണെങ്കിൽ 45 to 50 മിനിറ്റ്സിൽ നമുക്കിത് എടുക്കാം. പക്ഷേ കുക്കറിൽ 1 മുതൽ 2 മണിക്കൂറെങ്കിലും വേണ്ടി വരും. കുറച്ച് വലിപ്പമുള്ള കേക്കും ആണല്ലോ, അതുകൊണ്ട്. ഇനി ഇത് എങ്ങനെയാ ബേക്ക് ചെയ്യുന്നത് എന്നല്ലേ, അടിയിൽ കട്ടിയുള്ള ഒരു തവ വെച്ച് സ്ലിമ്മിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ സ്ലിമ്മിൽ 1 മുതൽ 2 മണിക്കൂർ വരെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്നാ ഓക്കെ, ഈ സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ് മെഷർമെന്റിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ പെർഫെക്റ്റ് ആയ സോഫ്റ്റ് പ്ലം കേക്ക് നിങ്ങൾക്ക് കിട്ടും.